ഞാൻ ധനുഷിന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതായി പോയേനെന്നാ അവൻ പറയുന്നത്. എല്ലാ പുരുഷന്മാരുടെയും മാറ്റത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല മോളെ. ആ അതെ, ഞാൻ ഏട്ടത്തെ അന്വേഷിച്ചത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? അതൊക്കെ പറയാം, വാ വാ. നീ എത്ര ശ്രമിച്ചാലും അവരുടെ ശാന്തി മുഹൂർത്തം നടക്കില്ല. ധനുഷിന്റെ അരയിൽ കെട്ടിയ ചരടിന്റെ തുമ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നെ അനുസരിക്കല്ലാതെ അവന് മറ്റൊന്നിനും കഴിയില്ല. നീ അന്വേഷിച്ചറിഞ്ഞ രഹസ്യങ്ങൾക്കൊന്നും എന്നെ ഒന്ന് തൊടാനുള്ള ശേഷി പോലും ഇല്ല. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. നീ അവന്തികയുടെ കാമുകനായിരുന്നു അല്ലേ? സ്നേഹം മാത്രമല്ല, ഈ കുടുംബത്തെ മുഴുവൻ നീ ചതിക്കായിരുന്നു അല്ലേ? അവന്തിക എന്നോടെല്ലാം സമ്മതിച്ചു. ദുഷ്ടനാണ് നീ. അവന്തിയെ നീയും തമ്മിൽ ഇത്രയും ബന്ധമുണ്ടായിട്ടും എങ്ങനെയാ നിനക്ക് ഈ കുടുംബത്തെയും സ്നേഹം ചതിക്കാൻ തോന്നിയത്? ഇനി നീ ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. നിനക്കും അവന്തികയ്ക്കും ഇടയിലുള്ള എല്ലാ രഹസ്യങ്ങളും അവന്തിക സമ്മതിച്ചു കഴിഞ്ഞു. നീയും സ്നേഹയും ഇപ്പോഴും ഒരു കുടുംബജീവിതം തുടങ്ങാത്തത് അവന്തിക കാരണമാണെന്ന് അവരെന്നോട് പറഞ്ഞു. ഇത് ഞാനിപ്പോ ഇവിടെ എല്ലാവരോടും പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? ആ നിമിഷം നിന്നെ ഇവിടെ ഇറക്കി വിടും. സ്നേഹം നിന്നെ വെറുക്കും. അർച്ചന, എന്നോട് ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നീ ഇനി എന്ത് പറയാനാ? ഒരു ചതിയന്റെ കുമ്പസാരമല്ലേ? അല്ലാതെ നിനക്കൊന്നും പറയാനുണ്ടാവില്ലെന്നുള്ളത് എനിക്കറിയാം. അതെനിക്ക് കേൾക്കുകയും വേണ്ട. ഇനിയും സ്നേഹ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല. അർച്ചന എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുമാണ്. എങ്കിൽ സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോണം, ഇന്ന് തന്നെ. ഈ വീട്ടിലെല്ലാവരും ഇത് അറിയുന്നതിന് മുമ്പ് അവരെല്ലാം ചേർന്ന് നിന്നെ പട്ടിയെ പോലെ ഇവിടെ നിന്ന് തല്ലി ഇറക്കുന്നതിന് മുൻപ് നീ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, എന്നേക്കുമായി. പക്ഷെ നീ ഈ വീട് വിട്ടു പോവാണെന്ന് ഒരിക്കലും സ്നേഹം അറിയാൻ പാടില്ല. എനിക്കതിന് കഴിയില്ല. സ്നേഹം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അപ്പൊ അവന്തികയോ? അവരെ ഇതുപോലെ നീ സ്നേഹിച്ചതല്ലേ? നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും അവന്തിക എന്നോട് പറഞ്ഞു. അവന്തിക മാത്രമല്ല, നിന്റെ പഴയ കൂട്ടുകാരൻ സൂരജും. എത്രയും പെട്ടെന്ന് ഈ സ്നേഹ വിട്ടു പോയേ പറ്റൂ. ആദ്യം കുറച്ചു ദിവസം അവൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് വരും. അവൾ സങ്കടപ്പെടുകയും കരയും ഒക്കെ ചെയ്യും. എന്നാലും കുറച്ചു കഴിയുമ്പോൾ അവളെല്ലാം മറക്കും. ആ സമയത്ത് അവളോട് ഞാൻ എല്ലാ സത്യവും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത്. ഇപ്പൊ തന്നെ നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്ത് സ്ഥലം വിട്ടേക്കണം. വേണ്ട അർച്ചന, അബദ്ധമൊന്നും കാണിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സ്നേഹം വിട്ട് പോവില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ. കേട്ടത് പലതും ശരിയാ, എന്നാ ചിലത് തെറ്റുമാണ്. അവന്തികയും ഞാനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. അവന്തികയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവന്തികയും ഞാനും തമ്മിലുള്ള സ്നേഹം അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അവന്തികയ്ക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു. അവന്തികയുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള വെറും അഭിനയം. അതിൽ ഞാൻ വീണുപോയി എന്നുള്ളത് സത്യമാ. പക്ഷെ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ അവന്തിക ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്റെ സ്നേഹയുടെയും ജീവിതം തകർക്കാനാ ഇപ്പൊ അവന്തിക ശ്രമിക്കുന്നത്. പക്ഷെ എനിക്ക് സ്നേഹയെ ചതിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാനും പറ്റില്ല. എനിക്കറിയാം, ഈ സത്യം എല്ലാവരും അറിഞ്ഞ സ്നേഹം എന്നെ വെറുക്കും. ഒരു പട്ടിയെപ്പോലെ എന്നെ ഇവിടെ നാട്ടിയിറക്കും. പക്ഷെ ഒന്നുകൂടി ഇവിടെ സംഭവിക്കും.
സ്നേഹ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ ഇന്ന് മുഖത്ത് നോക്കാൻ പിന്നെ അവൾക്ക് പറ്റില്ല. കാരണം നിങ്ങളെല്ലാം എതിർത്തുകൊണ്ടാണ് അവൾ എന്നെ സ്വീകരിച്ചത്. ഞാനൊരു ചതിയനായിരുന്നു എന്ന് അവൾ അറിഞ്ഞ അവൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? മരണം മാത്രമേ അവൾക്ക് മുന്നിലുള്ളൂ. കുറ്റബോധം കൊണ്ട് പിന്നൊരു നിമിഷം അവൾ ജീവിച്ചിരിക്കില്ല. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അവളില്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നവനാ ഞാൻ, അത് ശരിയാ. പക്ഷെ സ്നേഹ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷം മുതൽ അവന്തിക്ക് എന്റെ മനസ്സിലേ ഇല്ല. അവന്തിക്കോടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അതിന്റെ വൈരാഗ്യം കൊണ്ടാ അവന്തിക്ക് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ളൊരു അവസരമാണ് സ്നേഹ എനിക്ക് തന്നത്. അവളുടെ കാൽപാദത്തിലൊന്ന് തൊടാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. സ്നേഹയുടെ ദാനമാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പു തരാം, ഇനി ഒരിക്കലും ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും സ്നേഹം ഞാൻ ചതിക്കില്ല. നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരാളുടെ മേലുള്ള വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാ പിന്നെ അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാ. വിശ്വാസവഞ്ചന മരണത്തിന് തുല്യവാ. സ്നേഹയോട് നീ കാണിച്ചത് ആ വിശ്വാസവഞ്ചനയാ. ഇനിയും അത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. അർച്ചന പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ദയവായിട്ട് എന്നെ വിശ്വസിക്കണം. സ്നേഹിക്ക് വേണ്ടി മരിക്കാനും ഇപ്പം ഞാൻ തയ്യാറാ. ശരി, നിനക്കൊരവസരം കൂടി ഞാൻ തരാം. പക്ഷേ നീ എനിക്ക് സത്യം ചെയ്തു തരണം. അവന്തികയും നീയും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന്. ചെയ്യാം ചെയ്യാം, ഞാൻ സത്യം ചെയ്യാം. ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ മരണം വരെ സ്നേഹം ഞാൻ ചതിക്കില്ല. ഇത് സത്യം തന്നെയാണല്ലോ അല്ലേ? ഈ കാര്യത്തിൽ ഞാൻ അസത്യം പറയില്ല. സ്നേഹ അല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് സത്യം. തൽക്കാലം നീ സത്യം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, സ്നേഹയുടെ ജീവിതം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ നീ ചെയ്ത ഈ സത്യം അത് ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് ഞാനത് തെളിയിക്കും. നമസ്കാരം. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല, അകത്തേക്ക് വരും. ആ ശരി. അത് ശരി. അപ്പൊ അവള് ജോൽസിനെ ഇറക്കി കളി തുടങ്ങിയല്ലേ? നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ജോൽസിനല്ല, അവന്റെ അവളുടെയും വിധി തീരുമാനിക്കുന്നതേ ഈ ഞാനാ. അത് തടയാൻ ആർക്ക് സാധിക്കില്ല. എന്താ ജോത്സ്യരെ? അത് ദൈവാധീനം തീരെയില്ല. 7ാം ഭാവാധിപൻ ശത്രുപക്ഷത്താണ്. തടസ്സങ്ങളാണല്ലോ കാണുന്നത്.
ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടാവോ? നോക്കട്ടെ. ഈ കവടി നിരത്തിയതുകൊണ്ടൊന്നും അവന്റെ അവളുടെയും ജീവിതം നേരെയാവാൻ പോകുന്നില്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. ജ്യോതിഷം സത്യമാണ്, അത് തെറ്റില്ല. എല്ലാ ദിവസവും സൂര്യൻ കിഴക്കുതിക്കും, പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഗ്രഹാധിപനായ സൂര്യനെ മേഘങ്ങൾ മറച്ചിരിക്കുന്നു. വേദനക്ഷത്രത്തിലാണ് വിവാഹം നടന്നിരിക്കുന്നത്. അതൊട്ടും ശുഭകരമല്ല. കറുത്ത പക്ഷത്തിലെ സപ്തമിയുടെ ആരംഭം ഒട്ടും അനുയോജ്യമല്ലാത്ത മുഹൂർത്തത്തിലാണ് താലികെട്ട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിക്കാനും ഇപ്പോൾ കഴിയില്ല. അപ്പോ ഈ വിവാഹം നീണ്ടു നിൽക്കില്ല എന്നാണോ ജ്യോത്സ്യര് പറയുന്നത്? അതെ, അയ്യോ, അത് തന്നെയാ കാണുന്നത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ ജ്യോത്സ്യരെ? ജ്യോത്സ്യത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, പക്ഷെ അത് വിശ്വസിക്കണമെന്ന് മാത്രം. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇതിന് പരിഹാരം എന്താണെന്ന് നോക്കൂ. പരിഹാരം ഒന്നും കാണുന്നില്ലല്ലേ ജ്യോത്സ്യരെ? അല്ലെങ്കിൽ തന്നെ ഇനി അവരുടെ ശാന്തി മുഹൂർത്തത്തിന് സമയം നോക്കിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ പഴയ വിശ്വാസങ്ങളാ. ഇപ്പൊ തന്നെ അവരവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ജ്യോത്സ്യരെ, ഇതുവരെ അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതും സത്യമാണ്. ഈ കവടിപ്പലകയിൽ എല്ലാം തെളിയും. പരിഹാരം എന്താണെന്ന് പറയൂ. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. കെട്ടിയ താലി അങ്ങോട്ട് അഴിക്കുക. എന്നിട്ട് ഒരു തവണ കൂടി അങ്ങോട്ട് കെട്ടണം, നല്ല ശുഭമുഹൂർത്തത്തിൽ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. എന്നാ പിന്നെ അതിന് പറ്റിയൊരു മുഹൂർത്തം കുറിച്ചാട്ടെ. അപ്പോ ഇനി അവരുടെ കല്യാണം നടത്തണം എന്നാണോ പറഞ്ഞു വരുന്നത്? മലയാളത്തിലല്ലേ ജ്യോത്സ്യര് പറഞ്ഞത്? ഇനി അവരുടെ കല്യാണം നടത്തുന്ന എന്ത് നാണക്കേടാ! ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കളിയാക്കും. അതിനും വഴിയുണ്ട്. ഒരിക്കൽ കൂടി താലി കെട്ടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ആർഭാടമായിട്ട് കല്യാണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാറേ, കുടുംബദൈവങ്ങളുടെയും കുലദൈവങ്ങളുടെയും അനുഗ്രഹമാണ് ആദ്യം വേണ്ടത്. മറ്റെങ്ങും പോകണ്ട, ഒരാളെയും വിളിക്കുകയും വേണ്ട. ഇവിടെ ഈ പൂജാമുറിയുടെ മുമ്പിൽ വെച്ച് ഞാൻ കുറിച്ചു തരുന്ന ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ മുന്നിൽ പൂജിച്ച താലി പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി കെട്ടണം. അതോടെ എല്ലാ ദോഷങ്ങളും അകന്നുപോകും. അന്ന് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടത്താം. തീയതി മുഹൂർത്തവും ഞാൻ ഇപ്പോൾ കുറിച്ചു തരാം. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് വീണ്ടും താലിയിട്ട്. ഓഹ്, ആലോചിച്ചിട്ട് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ തടയും? താലി പൂജിക്കാനുള്ള പൂജാരിയെ ഞാൻ ഏർപ്പാടായിക്കൊള്ളാം. അദ്ദേഹം വന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തോളും. ശരി. ശരി, അപ്പോ ഞാൻ ഇറങ്ങുന്നു. എല്ലാം ശുഭമായി വരും. ആയിക്കോട്ടെ. ശരി.
താലി മാറ്റി കെട്ടിയാ അവരുടെ ജീവിതം നന്നാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ പൊള്ളൽ എനിക്കറിയാം. നിങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ കൂടി ഈ വീട്ടിൽ വെച്ച് അവരുടെ വിവാഹം നടക്കും. നടത്തും ഞാൻ. അങ്ങനെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കഴിയോ അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തു, ഇപ്പോൾ സ്നേഹയുടെ ഭർത്താവാണ് ധനുഷ്. നിങ്ങൾ കാരണം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളില്ലേ? അതെന്തൊക്കെയാണെന്ന് എല്ലാവരും അറിയും. ധനുഷിനെ കൊണ്ട് അതെല്ലാം പറയിപ്പിക്കും ഞാൻ. ഇതുവരെ നിങ്ങൾ ധനുഷിനെ ഭയപ്പെടുത്തി കാണും. പക്ഷേ ഇനി അത് നടക്കില്ല. അവരുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ശാന്തി മുഹൂർത്തം ഇവിടെ വെച്ച് നടക്കും. ഇനിയും ധനുഷിനെ ഭീഷണിപ്പെടുത്തിയത് തടയാൻ നിങ്ങൾക്ക് പറ്റുമോ നോക്ക്. ഞാനാരെയും ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല, ഒന്നും തടയാനും വരുന്നില്ല. എല്ലാം തീരുമാനിച്ച നീയല്ലേ, അത് നടത്തി കാണിക്കേണ്ടത് നിന്റെ ബാധ്യതയാ. അവരുടെ കല്യാണവും ശാന്തി മുഹൂർത്തവും ഈ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ നടത്തും. ജോത്സ്യൻ കുറിച്ച അതേ മുഹൂർത്തത്തിൽ അതിന് നിങ്ങൾ സാക്ഷിയാവുകയും ചെയ്യും. അതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല.